CPM-ന്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട MA ബേബി തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസിൽ സംസാരിക്കുമ്പോൾ ഇത് ചോദിക്കുന്നുണ്ട്. അതൊക്കെ അവഗണിച്ച് തള്ളക്കളയേണ്ട പ്രസ്താവന മാത്രമാണ് എന്ന് പറയുകയാണ് MA ബേബി ചെയ്യുന്നത്. അല്ലാതെ ഈ പ്രസ്താവന ശരിയല്ല, അല്ലെങ്കിൽ ഇതല്ല കേരളത്തിൽ പിന്തുടരേണ്ട രീതി എന്ന് പറയാൻ CPM-ന്റെ ജനറൽ സെക്രട്ടറിക്ക് കഴിയുന്നില്ല. ഇത് അവഗണിച്ച് കളയേണ്ടതാണ് എന്ന് ശരിയാണത്, അവഗണിച്ച് കളയേണ്ടതാണ് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്, അതിൽ തർക്കമില്ല. അവഗണിക്കേണ്ടതേ ഉള്ളൂ. കാരണം കേരളത്തിൻ്റെ ജീവിത പരിസരത്ത് ഒന്നുമില്ലാത്തൊരു കാര്യം ഒരാൾ പറയുമ്പോൾ അത് അവഗണിക്കേണ്ടതുള്ളൂ. പക്ഷെ അതല്ലല്ലോ ഒരു പൊളിറ്റിക്കൽ കമൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ശബരിമല കാലത്ത് ഈ NSS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എതിർപ്പിൻ്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശനൊരു ഡിഫറൻറ്റ് റൂട്ട് ആ വിഷയത്തിലെടുത്തത് എന്ന് വിചാരിക്കുന്നത്. പൂർണ്ണമായും എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ പോലും ഒരു ഡിഫറൻറ്റ് റൂട്ട് അദ്ദേഹം എടുത്തിരുന്നു. അന്ന് കിട്ടിയൊരു പിന്തുണയുടെ നന്ദി സൂചകമായിട്ടാണല്ലോ പിന്നെ നവോത്ഥാന സമിതിയുടെ ജനറൽ കൺവീനറൊക്കെ ആക്കുന്നത്. അതിപ്പോഴും തുടരുന്നുകൊണ്ടായിരിക്കുമോ പിണറായി വിജയൻ ഇങ്ങനെ മൗനത്തിലിരിക്കുന്ന? അല്ലാത്ത പക്ഷം ഒരുപക്ഷെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു പ്രതികരണം പിണറായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിരുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഘട്ടത്തിലാണ് മിനി ക്യാബിനറ്റ് ഈ കണിച്ചുകൊണ്ട് നടക്കുന്നത്. അതിനകത്തൊരു രാഷ്ട്രീയ വശം കാണാം. കേരളത്തിലെ ഒരു NS പോലെ പ്രസ്ഥാനം ശബരിമല വിഷയം ബന്ധപ്പെട്ട് പൊതുനിരത്തിറങ്ങി സമരം സർക്കാരിൻ്റെ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് നടപ്പാക്കാൻ പോയ സർക്കാരിന് നിലപാടെടുത്തു. ആ സമയത്ത് SNDP കേരളത്തിൽ പ്രധാനപ്പെട്ട സംഘടന, പ്രബല സംഘടനയാണ്. ആ സമയത്ത് അവർ തന്ത്രപരമായിട്ട് ഇന്ന് അതിൻ്റെ കൂടെ ചേർന്നില്ല. പക്ഷേ ശബരിമല വിഷയത്തിൽ അവർ നിലപാട് തന്നെയായിരുന്നു. അത് പിന്നീട് ആവർത്തിച്ചിട്ടുണ്ട് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കാര്യത്തിൽ ചെയ്യുന്ന സമയത്ത് ഒരു സഹഭാവം പുലർത്തുന്ന മനുഷ്യൻ അത് രാഷ്ട്രീയമായി ശരിയാണ്. പക്ഷേ അതല്ലല്ലോ ആവർത്തിക്കുന്നത്. അത് വെച്ചുകൊണ്ട് പിന്നീട് നടത്തിയ പ്രവർത്തനങ്ങൾ മുഴുവൻ തന്നെ എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ തീർച്ചയായിട്ടും പിണറായിനെ പുകഴ്ത്തുന്നുണ്ട്, മൂന്നാം തവണ അധികാരത്തിൽ വരുന്നൊക്കെ പറയേണ്ടതൊക്കെ ശരി തന്നെ. പക്ഷേ രാഷ്ട്രീയ ഇതാണ്, ഈ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണോ മൂന്നാം തവണ അധികാരത്തിൽ വരാൻ നോക്കുന്ന ഈ സാമൂഹ്യ വിഭജന രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? അതൊക്കെ വളരെ ആശങ്കപ്പെടുന്ന കാര്യം. അതായത് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം ആയിരുന്നു ഇതിനൊക്കെ നോർമലൈസ് ചെയ്യാനുള്ള ശ്രമം, ഇതൊക്കെ സാധാരണീകരിക്കും. നമ്മൾ ഉത്തരേന്ത്യയിൽ കാണുന്നത് ഇതൊക്കെ വിദ്വേഷം പ്രസംഗം അതിൻ്റെ ആഘാതം ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളും അതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് മിണ്ടാതിരിക്കാവുന്ന അവസ്ഥ കേരളത്തിലില്ല. എന്തായാലും കേരളത്തിൽ അങ്ങനത്തെ രാഷ്ട്രീയമല്ല. നമ്മുടെ കേരള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ പൊതുസമൂഹം നിലനിർത്തുന്നത്, കേരള മാധ്യമങ്ങൾ നിലനിർത്തുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരുന്നതിനെ സാധാരണീകരിക്കുകയാണ്, ഉത്തരേന്ത്യയിൽ നോർമലൈസ് ചെയ്യുകയാണ്. ആ നോർമലൈസേഷനൊക്കെ ആപത്തിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ഈ മൂന്നാമത്തെ ടൈമിനപ്പുറം മൂന്നാമത്തെ ടൈമിൽ CPM അധികാരത്തിൽ വന്നു സങ്കല്പിക്കുക. മൂന്നാമത്തെ ടൈമിൽ 4-5 ടൈം നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിച്ചാൽ മതി. അങ്ങനെ വല്ലാതെ വിമർശിക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കുക എന്ന് പറയുന്നൊരു പണിയാണ് സത്യം പറഞ്ഞ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് രാജീവ്, അതാണ് അതിൻ്റെ ആ പോയിൻ്റാണ്. അതായത് ഇതിന് അത്തരം പ്രതീതി സൃഷ്ടിക്കുക. ഇതാണല്ലോ നമ്മൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ നടക്കുന്നത്. എന്തെങ്കിലും വസ്തുതയുണ്ടോ? വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളൊക്കെ പ്രധാനത് ഒരു വസ്തുതയില്ല, പ്രതീതി സൃഷ്ടിക്കുക. ഈ പ്രതീതിയാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഉൾക്കൊള്ളുന്നത്. ഈ പ്രതീതി ഉൾക്കൊണ്ടാണ് ആൾക്കാർ മുഴുവൻ പറയുന്നത്. ഇപ്പോൾ ലവ് ജിഹാദ്, കേരള സ്റ്റോറി, കേരളത്തിൽ നിന്ന് ഇത്ര ആൾക്കാർ പോയി എന്നുള്ളത് കേരളത്തിൽ എന്തുകൊണ്ടാണ്? കേരളത്തിൽ മുസ്ലിം ജനസാമാന്യം കൂടുതലാണെന്നുകൊണ്ടും അവർ ആക്റ്റീവാണ്, രാഷ്ട്രീയ ബന്ധമുള്ളവരും രാഷ്ട്രീയ അധികാരത്തിലുള്ള എന്നതൊക്കെ ഒറ്റ കാരണം കൊണ്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ, അപ്പോൾ കേരളം ഒരു പ്രധാനപ്പെട്ട ഇതായി വരുന്നത്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയം പറയേണ്ടത് നമുക്ക് അറിയാം. പഴയ ഫ്രെഡറിക് ഫോർസിനെ പോലെ ഒരു ഡിക്റ്റേറ്റർ നോവലിസ്റ്റ് ഈ ടെററിസ്റ്റിനെ കേന്ദ്രമായിട്ട് കേരളത്തെ കാണാൻ അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് കാണാൻ സാധിക്കുന്ന ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ സ്വാധീനവും അവരുടെ ഒരു അധികാരബന്ധ സ്വാധീനം കൊണ്ടാണ്. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ, അപ്പോൾ അതിനോടുള്ള സമീപനം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ കണ്ടുവരുന്നതിന് നോർമലൈസ് ചെയ്തതിൻ്റെ പ്രശ്നം, ഇതിനെ പ്രതീതി സൃഷ്ടിക്കുക, ഇത്തരം ഒരു പ്രതീതി സൃഷ്ടിക്കുക. കേരളത്തിനകത്ത് എന്തോ അപകടമുണ്ട്, മലപ്പുറം ജില്ലയ്ക്കകത്ത്, കേരളത്തിന് ഏതൊരു ജില്ലയെ പോലെ തന്നെ മറ്റൊരു ജില്ല മലപ്പുറം ജില്ലയ്ക്കകത്ത് എന്തോ പ്രശ്നമുണ്ട്. കാര്യം അങ്ങനെ ഇത് പറയുന്ന വെള്ളാപ്പള്ളിയും ഇതിന് സാധാരണീകരിക്കുന്ന ഗവൺമെൻറ്റിലുള്ള ആൾക്കാർ. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാത്ത ആഘാതം ഇത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് പല ആൾക്കാർക്കും ഫലം കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റാണ് നാളെ BJP ആണെങ്കിലും ഇവിടുത്തെ സംഘപരിവാർ ആണെങ്കിലും ഇതുപോലത്തെ ഓരോ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതെന്താ മനസ്സിലാക്കാത്ത? അപ്പോൾ ഇത് അങ്ങനെ ആയിക്കോട്ടെ, ആ പേരിൽ കുറച്ച് വോട്ടെങ്കിലും ഞങ്ങൾക്ക് ലഭിച്ചാൽ അത് ഗുണകരമായിരിക്കും എന്ന് കാണുന്നത് വാസ്തവം പറയുകയാണെങ്കിൽ പറയുമ്പോഴേ കുറച്ച് വോട്ടെങ്കിലും